ഞാൻ ഏകദേശം 7-8 ദിവസങ്ങളോളം ഛത്തീസ്ഗഡിലായിരുന്നു. ഉറപ്പായിട്ടും അവിടെ എന്താണ് ഈ സംഭവം നടക്കുന്നത്, എന്തൊക്കെയാണ് ഈ പ്രശ്നം നടക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണത്തിൻ്റെ പിറകിൽ. ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം, ദിനം പ്രതി ഇപ്പം ഇംഗ്ലീഷ് പത്രങ്ങളിൽ നാഷണൽ ഡെയിലിയിലും പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലാണെങ്കിൽ അവിടുത്തെ ഹിന്ദി പത്രങ്ങളിലും ചാനലിലും സ്ഥിരം വാർത്തയാണിത്. നേരത്തെ അവർ ഇത്രയും വാർത്ത കൊടുത്തില്ല പ്രാധാന്യം. പക്ഷെ ഇന്ന് ഛത്തീസ്ഗഡ് പത്രങ്ങളിലും ചാനലിലും പ്രധാന വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ അറ്റാക്കാണ് മെയിൻ ഹെഡ്ലൈൻസ്. ഇഷ്ടം പോലെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചാനലിലെ പ്രധാനപ്പെട്ട ഡിസ്കഷനാണ്. കാരണം രണ്ടു കൂട്ടരും കട്ടയ്ക്ക് നിൽക്കുവാണ്. ഒന്നടിക്കുന്നു, തിരിച്ചടിക്കുന്നു, പ്രതിഷേധം നടക്കുന്നു. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ റീവിസിറ്റും കൂടാണ് ഛത്തീസ്ഗഡിൽ. കാരണം 2007 ഏറ്റവും കൂടുതൽ പീക്കായിട്ട് നക്സലിസം നിന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അന്ന് ന്യൂസ് എക്സ് എന്ന് പറഞ്ഞ ചാനലിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എഡിറ്റർ, ഇൻവെസ്റ്റിഗേഷൻ, ഡോക്യുമെൻ്ററീസിൻ്റെ ചാർജ് എനിക്കായിരുന്നു. അപ്പം അന്ന് ഞാനിത് പോയി അത് കണ്ടിന്യൂസ് ആയിട്ട് ശരിക്കും അകത്ത് കയറി നക്സൽ. പക്ഷെ ഒരു കാര്യം, അകത്ത് പൂർണ്ണമായിട്ട് ഒന്ന് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഈ നക്സൽ ലീഡേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അന്ന് പോയ സമയത്ത് ഇതിൻ്റെ ഹോട്ട് ബെഡായിട്ടുള്ള പല സ്ഥലങ്ങളിലും പോകാൻ പറ്റത്തില്ല. കാരണം അവിടെയുള്ള ലോക്കൽ ജേർണലിസ്റ്റുകളും അതേപോലെ തന്നെ ഈ നക്സലൈറ്റ് അനുഭാവികളും കാരണം അവർക്കെല്ലാം ഈ ലോക്കൽ ജേർണലിസ്റ്റുകൾക്ക് അവിടെയുള്ള നക്സൽ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവർ പറയും ഇന്നടത്ത് പോകരുത്, അവിടെയൊക്കെ പലയിടത്തും മൈൻ വെച്ചിട്ടുണ്ട്, റോഡ് വളരെ മോശമാണ്. അപ്പം പുറത്തുനിന്ന് വരുന്ന ജേർണലിസ്റ്റുകളോട് ഇവരുള്ള ലോക്കൽ ജേർണലിസ്റ്റുകളോട് പോകരുത്. പിന്നെ അവിടെ ലോക്കൽ പോലീസുണ്ട്, CRPF ഉണ്ട്, മറ്റുള്ള ഏജൻസികളുണ്ട്. ഇവരൊക്കെ വർക്ക് ചെയ്യുകയാണ്. കാരണം ഇന്ത്യ ഒരു മാവോയിസ്റ്റ് രാജ്യമാക്കാൻ വേണ്ടി നക്സൽ ഓപ്പറേഷൻ്റെ ഹൈ പീക്കിൽ മനസ്സിലാക്കുക, ഇന്ത്യയിൽ ടെററിസത്തെക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ള നക്സൽ ഓപ്പറേഷനിലാണ്. അത് മനസ്സിലാക്കണം. ആദ്യത്തെ പോയിന്റ് അത്ര ദാരുണമായ രീതിയിലാണ്. ഇപ്പം അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴും ഈ പറയുന്ന പലയിടത്തും എത്തപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്, വെള്ളിയാഴ്ച. അതായത് ഞാൻ പോയപ്പോൾ അന്ന് പോകാൻ പറ്റാത്ത പലയിടത്തും എനിക്ക് പോകാൻ സാധിച്ചു. ഏകദേശം 1500ഓളം കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു ബൈ റോഡ്. ചിലയിടത്തൊക്കെ ബൈക്കിലാണ് പോയത്, ചിലയിടത്തൊന്നും കാറൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നക്സലിൻ്റെ ആ പ്രസരം, അതായത് ആ സംഭവം ഈ ഛത്തീസ്ഗഡിൽ നിന്ന് ഞാൻ എവിടെയും കണ്ടില്ല. അവരുടെ പ്രസൻസ് അതായത് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു പോയി. മനസ്സിലാക്കുക, ഇപ്പോഴാണ് റോഡുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുക. കാരണം നക്സലൈറ്റുകൾ ഒരു കാരണവശാലും റോഡുകൾ ബിൽഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, സ്കൂളുകൾ വരാൻ സമ്മതിക്കത്തില്ല. എന്നാൽ തന്നെയും ഇതൊക്കെ ഓരോ പാരലായിട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴും റോഡുകൾ വളരെ മോശമാണ്. ചില ഭാഗങ്ങളിലോട്ട് കയറുമ്പോൾ ഞാൻ പോയത് ദംതേരി ഡിസ്ട്രിക്റ്റ്, ബസ്തർ റീജിയനിലാണ് പോയേക്കുന്നത്. കാങ്കർ ഡിസ്ട്രിക്റ്റ്, അതേപോലെ ദണ്ഡേവാഡ ഡിസ്ട്രിക്റ്റ്, സുക്മ, അതായത് 4ഓളം ജില്ലകളും പിന്നെ റായ്പൂര്, അതും കൂടെ. കാരണം ക്യാപിറ്റൽ സിറ്റിയാണ്, അവിടെയാണ് ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ അവിടെയുള്ള ലോക്കൽ ആൾക്കാരും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് അവിടുത്തെ ഒരു ലോക്കൽ പാസ്റ്റർ, അദ്ദേഹം പാസ്റ്റർ സാഹു, അതേപോലെ ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ 1-2 ആൾക്കാരും, പിന്നെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഈ പ്രദേശങ്ങളിലുള്ള സംഘപരിവാറിൻ്റെ RSSൻ്റെ ആൾക്കാരും അവരും എന്നെ സഹായിച്ചു. കാരണം ഞാൻ 2 വശവും കൂടെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പറയുന്നത്. വൺ സൈഡഡ് അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോഴത് വൺ സൈഡഡ് ആയിട്ട് തോന്നാം. പക്ഷെ അത് നിങ്ങളുടെ പ്രശ്നമാണ്. കാരണം എനിക്ക് കിട്ടിയ ഇൻപുട്സാണ് ഞാൻ ഇതിൻ്റെ അകത്ത് തരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് നക്സലിസം ഈ ഛത്തീസ്ഗഡിൽ ഇല്ലാതായത്? ചോദ്യമാണ്. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഹോം മിനിസ്റ്ററും പറഞ്ഞു പൂർണ്ണമായിട്ടും നക്സലിസം ഇല്ലാതായി. അത് കറക്റ്റ് പോയിന്റ് തന്നെയാണ്. ആ ഐഡിയോളജിയായിട്ട് അവരുടെ മിലിറ്റൻ്റ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് അവിടുന്ന് ഇല്ലാതായി. ഇപ്പോൾ പലയിടത്തും ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കും, ഒറ്റയ്ക്ക് പോകാൻ സാധിക്കും. ഈ പറയുന്ന പോലെ റോഡുകൾ തടയത്തില്ല. രാത്രി
പോകാൻ നേരത്ത് വണ്ടിയുടെ ലൈറ്റ്, അതായത് വണ്ടിയുടെ നമ്മുടെ ക്യാബിൻ്റെ മേളിലുള്ള ലൈറ്റ് ഇട്ടിട്ട് യാത്ര, അതോ പരിപാടികളൊന്നുമില്ല. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ന് ഛത്തീസ്ഗഡിൽ ബസ്തർ റീജിയനിൽ പോകാൻ സാധിക്കുമെന്ന്. ആദ്യത്തെ ക്വസ്റ്റിലോട്ട് വരുവാണ്, എന്തുകൊണ്ടാണ് ഈ നക്സലിസം ഇല്ലാതായത്? അതാണ് ആ ചോദ്യം. അതിന് ഏറ്റവും പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ട്രാറ്റജിയും സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് CRPF അതേപോലെയുള്ള ഹോം മിനിസ്റ്ററുടെ ഇടപെടലും പോലീസ് ഫോഴ്സും ഉപയോഗിച്ചാണ് നക്സലിസം ഇല്ലാതായത്. ഇപ്പം ഞാൻ ഈ പറയുന്ന എക്സ് നക്സലൈറ്റുകളെ കാണുന്നു, അതേപോലെ തന്നെ പോലീസ് ഓഫീഷ്യൽസ്, അവിടെ ഓപ്പറേഷൻ നടത്തിയ പോലീസ് ഓഫീഷ്യൽസിനെ കാണുന്നു, CRPക്കാരെ കാണുന്നു, ലോക്കൽ ജേർണലിസ്റ്റുകളെ കാണുന്നു, അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു, അവിടെയുള്ള BJPയുടെ ലോക്കലായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു, കോൺഗ്രസ്സുകാരോട് സംസാരിക്കുന്നു. ഇതിനകത്തൊരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇത് ഗവൺമെൻറ്റിൻ്റെ വലിയ സ്ട്രാറ്റജിയും മെഗമല്ല ഈ സംഭവം. നക്സലുകാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമുണ്ട്. ആ അബദ്ധമാണ് എന്തുവാ ആ അബദ്ധം? എന്താണ് അബദ്ധം? ഇവര് 2005 ആ സമയത്തോടു കൂടി നക്സലുകാര് ക്രിസ്ത്യൻ മിഷണറിമാരെ ബസ്തർ മേഖലയിൽ എൻട്രി ചെയ്യാൻ സമ്മതിച്ചു. ഇതാണ് അവർ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ. ഇതാണ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് വളരെ സീക്രട്ടായിട്ട് എൻട്രി ചെയ്ത്, പക്ഷേ ഈ പറയുന്ന നക്സലൈറ്റ് നേതാക്കന്മാർ ക്രിസ്ത്യൻ മിഷണറിമാർ വരട്ടെ എന്നുള്ള രീതിയിലോട്ടങ്ങ് കാര്യങ്ങൾ പോയി. അപ്പോൾ ഇവർ പ്രെയർ മീറ്റിംഗ് കൂടും, വളരെ രഹസ്യമായിട്ട് ചെറുപ്പക്കാരോട് സംസാരിക്കും, വർത്തമാനമൊക്കെ പറയും. എന്നിട്ട് അവിടെയുള്ള ചെറുപ്പക്കാരെ ഇവര് സിറ്റികളിൽ കൊണ്ട് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് 2007 ഞാൻ ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് ഈ ബാമ്രാഗഡും ഈ ഛത്തീസ്ഗഡിൻ്റെ രണ്ടിൻ്റെ ബോർഡർ, ഇത് മഹാരാഷ്ട്രയും ഇത് ഛത്തീസ്ഗഡും ബോർഡറാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നക്സൽ ലീഡർ പ്രഭാകർ ജുറു, അയാൾ നക്സൽ ദളം ലീഡറായിരുന്നില്ല. ദളം എന്ന് പറയുന്ന ഈ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി പോലെയാണ് ദളം എന്ന് പറയും, മിലിറ്റൻ്റ് ഓപ്പറേഷനാണ്. അതിൻ്റെ ലീഡറായിരുന്നു. അയാളെ വെടിവെച്ചു കൊന്നു, അയാളുടെ മകളെ വെടിവെച്ചു കൊന്നു. അയാളുടെ കൂട്ടുകാരൻ പോലീസുകാരനാണ് അയാളെ വെടിവെച്ച് കൊല്ലുന്നത്. എന്നിട്ട് ആ പോലീസുകാരൻ്റെ മകള് വീണ്ടും പോലീസിൽ C60 ഓപ്പറേഷൻ, അതായത് മഹാരാഷ്ട്ര ഓപ്പറേഷനിൽ ജോയിൻ ചെയ്യുന്നു. ഇവരൊക്കെ വെടിവെച്ച് കൊല്ലുന്നത് ചില ആൾക്കാരെ മഹാരാഷ്ട്രയിൽ വെച്ചും ചില ആൾക്കാരെ ഛത്തീസ്ഗഡിൻ്റെ ബോർഡറിൽ വെച്ചാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പം ഈ ലീഡർ പ്രഭാകർ ജുറു എന്ന് പറയുന്ന ലീഡറിൻ്റെ വീട്ടിൽ ഞാൻ പോയി. അപ്പം അന്നത്തെ, കാരണം ബാമ്രാഗഡിലാണ് കൊണ്ടുപോകുന്നത്, ബാബ ആംദയുടെ കൂട്ടത്തിലുള്ള ഒരു വോളണ്ടിയറാണ് എന്നെ ആ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അപ്പം ആ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈ പ്രഭാകർ ജുറുവിൻ്റെ ഇളയ മകനെ കണ്ടു. അപ്പം മകനോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ പാസ്റ്ററാണ്. ഇത് ബോംബെ പോയിട്ട് പഠിച്ചിട്ട് പാസ്റ്ററായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ആ പയ്യൻ തന്നെ, കാരണം അപ്പൻ നക്സലൈറ്റ് ആയിരുന്നു, അവൻ്റെ മൂത്ത സിസ്റ്റർ നക്സലൈറ്റ് ആയിരുന്നു, രണ്ടുപേരെയും വെടിവെച്ച് കൊന്നു. ഇവനും അവൻ്റെ അമ്മയും എല്ലാം കൂടെ വിശ്വാസത്തിലോട്ടങ്ങ് വന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സ് ഉണ്ട്, അവരോട് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതൽ നാള് ഈ നക്സലിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് സംഭവിച്ചത്. 2017 കൂടിയാണ് വിസിബിളായത് നക്സൽ വലിയ രീതിയിൽ ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ഉണ്ടാകാം, അവിടെ പോയി ഈ നക്സലേറ്റ് പഴയ ആൾക്കാർ? പ്രസക്തമായ ചോദ്യമാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുക. ആ വീഡിയോയ്ക്കകത്ത് എനിക്ക് ഇൻ്റർവ്യൂ തരുന്ന പഴയ നക്സൽ ലീഡറാണ്. അയാൾ ഈ പാസ്റ്ററാണെന്ന് സുഗ്മയിൽ. ഞാനിപ്പോഴുള്ളത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ നക്സലൈറ്റ് ഉണ്ടായിരുന്ന ഒരു സുഗ്മ എന്ന് പറഞ്ഞ ഒരു ജില്ലയിലാണ്. ഈ ജില്ല എന്ന് പറയുന്നത് ആന്ധ്രയുടെ ബോർഡറാണ്. അപ്പം ഞാൻ കുറച്ച് അകത്തോട്ട് കയറി വന്നിരിക്കുകയാണ്, ഡീപ്പായിട്ട് ഈ പറയുന്ന ആദിവാസി ഗ്രാമത്തിലോട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെട്ട ഒരു ആളാണ്. അപ്പം എന്നെ പരിചയപ്പെടുത്തിയത് പാസ്റ്റർ അങ്കുഷാണ്, ഈ പറയുന്ന ഭീമാ സോരി.
അപ്പൊ ഭീമാ സോരിയെ പറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിരിക്കും. ഇദ്ദേഹം പഴയ ഒരു നക്സലൈറ്റ് ലീഡറായിരുന്നു. ഇദ്ദേഹം പിന്നെ വിശ്വാസത്തിലോട്ട് വന്ന്, ഞാൻ പല ആവർത്തിയും പറഞ്ഞിട്ടുണ്ട്, ഈ നക്സലിസം കുറയാനുണ്ടായ കാരണം ഈ ഗോസ്പൽ വർക്കേഴ്സ് നക്സലെ പൂർണ്ണമായിട്ടും അവർ ശരിക്കും മാറ്റിയെടുത്തു. അങ്ങനെയാണ് ഈ നക്സലിസം ശരിക്കും ഷാർപ്പ്ലി ഡിക്ലൈൻ ചെയ്തത്. അപ്പം ഇദ്ദേഹം പഴയ നക്സൽ ലീഡറായിരുന്നു, ഇന്ന് ഇദ്ദേഹം പാസ്റ്ററാണ്. അപ്പം നിങ്ങൾ പുറകോട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം ഉസ്കോ തോടെ ഇതൊക്കെ ഇപ്പം ഇത്രയും പേര്, അതായത് ഇതൊരു ചർച്ച് ഹാളാണ്. അപ്പം ഈ അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഇഷ്ടം പോലെ ഇവിടെയുള്ള ആൾക്കാർ വരാറുണ്ട്. ഇത് പെന്തിക്കോസ് പാസ്റ്ററാണ്, ഇത് ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. അപ്പം ഇദ്ദേഹം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു, കൃഷിയിടമുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നു, ആ കിട്ടുന്ന സംഭവം മുഴുവനും ഇവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു. അതേപോലെ പെർസിക്യൂഷനൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെയും താമസിപ്പിക്കുന്നത് ഈ ചർച്ച് ഹാളിലാണ്. मैं आपसे एक बात पूछ रहे, कितना साल हो गया आपने ये मिनिस्ट्री काम कर रहे? मैं 2001 से यहाँ शुरू किया हूँ सर, सुकमा ज़िला में। 2001 से मैं इधर आया हूँ सुकमा ज़िला में। तो अभी 2026 आ गया, तो अभी तक मैं सेवा किया हूँ। पहले यहाँ कोई उतना विश्वासी लोग नहीं था, अभी अभी बढ़ रहा है, और गांव में और मतलब और एरिया में। तो अभी पहले उतना विरोध भी नहीं था, तो अभी सबसे ज़्यादा विरोध है सर। अभी आपका चर्च पे कितना लोग आता है? मेरे चर्च में तो लगभग 1500 तक ज़्यादा आते हैं सर। ഇപ്പം ഇദ്ദേഹം 2001 വിശ്വാസത്തിലോട്ടും ഈ ചർച്ചിൽ വിശ്വാസത്തിലോട്ട് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഏകദേശം 1800ഓളം പേരുണ്ട്. അതേപോലെ തന്നെ ഈ ആദ്യ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് ചർച്ചും മറ്റുള്ളവരൊക്കെ നടന്നു പോകുക. അതായത് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രശ്നമുള്ള സമയം ഇപ്പോഴാണ് ഉണ്ടായത്. अभी 2 दिन पहले इधर persecution हुआ था, लोगों को मारपीट हुआ था। वो तो मारपीट चल रहे सर हर जगह। क्या हुआ था? तो ऐसे गांव वाले मतलब को बोलता है कि हमारा रीति रिवाज है, हमारा परंपरा है, हमारा पहले से जो दादी दादी से हम लोग मानते आ रहे उसी को मानना है, और दूसरा धर्म या नहीं मानना बोल के मना कर रहे हैं। तो ये फिर क्रिश्चियन बनने का बाद ये मतलब को यीशु मसीह को मानने का कारण इनको पूरा सता जाता है, विरोध करते हैं। ऐसे हर गांव में ऐसे मतलब उनको परेशानी है, तो मैं घर से निकाल देते हैं। मैं पास्टर से एक बात बोली, थोड़ा आवाज उड़ा के बोलना है। ये कितना दिन से ऐसे चल रहे हैं ये सुगमा पे? ये सुकमा में सर लास्ट टाइम जो कांग्रेस की जो गवर्नमेंट थी, माने पिछले हम देखेंगे 7 साल पहले से, पिछले 7 साल पहले से सुकमा जो है बहुत डिस्टर्ब एरिया है। यहाँ पर क्या है, ये यहाँ पर सबसे पहले जब घटना हुई थी एक जगह में, तो चिंगवरम गादीराज थाना पड़ता है, यहाँ पर हुआ था। तो वहाँ पर एक जगह प्रेयर सभा हो रही थी। प्रेयर सभा में कुछ मैंने ऐसी रात के समय में जा करके पूरे गांव के लोगों ने मिल करके बहुत मारा विश्वासी। ഇതിനകത്ത് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹമാണ് അങ്കുഷ് പാസ്റ്റർ. അദ്ദേഹം പറയുന്നത് ഇപ്പോഴല്ല, BJP വന്നതോടുകൂടി തുടങ്ങിയതല്ല. ഇത് നേരത്തെ കോൺഗ്രസിന്റെ ഭൂപേഷ് ഭഗൽ അദ്ദേഹം ഇരിക്കുന്ന സമയം മുതൽ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രയർ സഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് BJP വന്ന ശേഷം തുടങ്ങിയതല്ല ഇത് ഞാൻ നേരത്തെയും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ BJP വന്നിട്ട് തുടങ്ങിയതല്ല, ഇത് കോൺഗ്രസ് ഇരിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. ഈ സോഫ്റ്റ് ഹിന്ദുത്വയുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് ഹാർഡ് കോർ ഹിന്ദുത്വയിലോട്ടാണ് പോയത്. अभी इसका पहले जैसा अग्रेसिव है, कम हो गया अभी? उससे ज्यादा हो गया। मैंने स्टार्ट वहां से हुआ था, वो धीरे धीरे करके अब एकदम हाईली एग्रेसिव हुआ। अब पूरा गांव के लोग जो है लोगों को मार रहे हैं, उनकी जमीनें छीन रहे हैं, खेतों को छीन रहे हैं, घर से निकाल रहे हैं, और एकदम ब्लड पूरा खून से लहूलुहान होते तक मार रहे हैं, ब्लडिंग। നേരത്തെ ഇപ്പൊ ഭയങ്കരമായിട്ട് അഗ്രസീവ് ഈ സുഗ്മയിൽ ഉണ്ടായിരിക്കുന്നു. അതായത് അവരുടെ സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു, അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, ആൾക്കാരെ അടിക്കാനും ഉപദ്രവിക്കാനും, അത് വല്ലാത്ത രീതിയിലുള്ള ഉപദ്രവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴുണ്ടാകും. अभी मैं बात पूछ रहा, अभी इतना persecution, इतना लोग बैठा है, ये इसके लिए आप लोग क्या काम करता है? तो उसका दर्द तो वो जानता है सर।
उन लोग पूरा अस्पताल घूम घूम के थक जाते हैं। उनका जीवन में मतलब को कहीं भी सुख शांति नहीं मिल पा रहा है। तो ऐसे फिर इधर आने का बाद उनको शांत मिलता है, सुख मिलता है, इसलिए उन लोग आते हैं इधर। तो आके यीशु मसीह को मानते हैं। उनको मैं हर जगह से मतलब उन लोग का मर्जी से आते हैं उनको। അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ശാന്തിയും സമാധാനവും അത് മെറാക്കുലസ് ആയിട്ട് ഇവർക്ക് ഇതിൽ ഹീലിംഗ് ഉണ്ടാകുന്നു. ഇതുകൊണ്ട് ആ മാനസികമായ സമാധാനം എല്ലാം കിട്ടുന്നു. അതിനുവേണ്ടിയാണ് ഇത്രയും ആൾക്കാർ ഈ ചർച്ചിൽ വരുന്നത്. फर्स्ट मैं आपसे बात पूछ रहा आप ये छत्तीसगढ़ क्रिश्चियन फोरम का ये अरुण पन्नालाल जी ने क्या करता है आप लोगों के लिए? यहाँ पर उड़ा सा आवाज उड़ा के हाँ, यहाँ पर जो है अरुण पन्नालाल जी का बहुत बड़ा भूमिका है। यदि अरुण पन्नालाल जी छत्तीसगढ़ में यदि नहीं होते और वो इस तरह के एरिया में यदि नहीं होते तो आज सुकमा को कोई नहीं जानता, आज छत्तीसगढ़ को कोई नहीं जानता। जो परसिक्यूशन के मामले में, सताव के मामले में, वो इधर में लोगों की टीम बना करके लोगों को भेजना, ग्राउंड की रिपोर्टिंग लेना, उसके बाद उनको प्रशासन से, शासन मतलब गवर्नमेंट से उन पर प्रेशर बनाना, उसके बाद उनके प्रेशर से काम नहीं होने के बाद उसको कोर्ट मूव करना, कोर्ट मूव करके कोर्ट से केस जीतना और केस जीत करके उनके जो लीगल जो राइट्स है वो उनको दिलाने, ये पूरा अरुण पन्नालाल का। ഇതിനകത്ത് ക്രിസ്ത്യൻ ഫോറം ഉണ്ട്, ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം. അപ്പം ഞാൻ നേരത്തെ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അരുൺ പന്നലാൽ. അപ്പം അയാളുടെ ടീമാണ് ഇവിടെ വന്ന് ഇവിടെ പെർസിക്യൂഷനുള്ള ഈ പാസ്റ്റർ ആണെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി കോർട്ട് കേസാണെങ്കിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഫർദർ ഹൈക്കോർട്ടിൽ കേസാണെങ്കിലും ഈ അഡ്മിനിസ്ട്രേഷനെ ഏറ്റവും കൂടുതൽ പ്രഷറൈസ് ചെയ്ത് ഇവർക്കെതിരെ ആക്ഷൻ എടുപ്പിക്കുന്നത്. അതായത് ഒരു നിയമസംഹിത ആൾക്കാർക്ക് ജസ്റ്റിസ് കൊടുക്കുന്നതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ അകത്ത് അരുൺ പന്നലാലിനും അതിനകത്ത് പ്രവർത്തിക്കുന്നതാണ് പാസ്റ്റർ അങ്കുഷ്. ഇവർക്ക് അതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഈ പാസ്റ്ററായ ഭീമാ സോറി എന്ന് പറയുന്ന ആള് ഇന്ന് സുഗ്മയിൽ, അത് അകത്തോട്ട് സുഗ്മ ജില്ലയുടെ അകത്തോട്ട് മാറിയ ഒരു ഗ്രാമത്തിൽ എല്ലാ ആഴ്ചയിലും 1500 പേര് കൂടുന്നൊരു ചർച്ച നടത്തുന്നത്. മനസ്സിലാക്കുക, അവിടെ പെർസിക്യൂഷൻ നടക്കുന്ന ആൾക്കാരും ഈ പറയുന്ന സംഘപരിവാർ ഗ്രൂപ്പുമായിട്ട് അവർക്കും അഭയം കൊടുക്കുന്നത് ഈ പറയുന്ന നക്സൽ ലീഡറാണ്, പഴയ നക്സൽ ലീഡർ. ഈ ഭീമാ സോരി എന്ന് പറയുന്ന ഈ നക്സൽ ലീഡർ ഏകദേശം 15ഓളം നക്സൽ ലീഡേഴ്സിനെ അതിൽ നിന്ന് മാറ്റി ഇയാൾ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. അവരൊക്കെ ഈ സുഗ്മയിലും ഈ പറയുന്ന ദണ്ഡേവാഡയിലും പലയിടത്തായിട്ട് ഹൗസ് ചർച്ച് നടത്തുകയാണ്. ഇനി അടുത്ത ചോദ്യം, ഞാൻ പറഞ്ഞ പ്രസക്തം അല്ലായിരുന്നു. ആരാണ് ഇവരെ നക്സൽ മാവോയിസത്തിൽ നിന്ന് മാറ്റിയതാരാണ്? ചോദ്യമുണ്ട്. അതായത് അന്ന് ഞാൻ 2007 ഇവരോടൊക്കെ പറഞ്ഞിരുന്നു, ഇവർ പെനട്രേറ്റ് ചെയ്തു. അതായത് നക്സലൈറ്റ് ഇവർക്ക് അനുവാദം കൊടുത്തു, അകത്ത് ഇവർക്ക് പ്രാർത്ഥിക്കാം, ആൾക്കാർക്ക് സയൻസും എഡ്യൂക്കേഷൻ അതേപോലെ ഇംഗ്ലീഷ് അതേപോലെ സംഭവങ്ങൾ പഠിപ്പിക്കാം. ഈ പറയുന്ന പെൻഡക്കോസ് പാസ്റ്റർമാരെ ഏൽപ്പിച്ചു, അവരെ കണ്ണടച്ചു കൊടുത്തു. അതേ സമയത്ത് ഒരു കാര്യം ചെയ്തു, അവിടെ RSSനെ സംഘപരിവാറിനെ അകത്ത് കയറ്റിയുമില്ല. ഇതാണ് ഉണ്ടായത്. ഇതുകൊണ്ടാണ് ഈ 2017 ശേഷമാണ് ഈ നക്സലിസമൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പല വില്ലേജുകളിലും സംഘപരിവാറും RSSും പോയപ്പോഴാണ് പിടികിട്ടിയത്. ആ വില്ലേജുകൾ അധികം ക്രിസ്ത്യാനികളായി. ഇതാണ് കാരണം. ഇതാണ് ഈ ഭൂപേഷ് ബാഗൽ, അതായത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടൊരു സമയത്ത് ഭൂപേഷ് ബാഗൽ പോലും ഞെട്ടിപ്പോയി ഇതിൻ്റെ കണക്കുകളും. കാരണം അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ഈ പറയുന്ന നക്സൽ വില്ലേജുകളിൽ പോകുന്നത്. കാരണം നക്സലേറ്റ് കുറഞ്ഞു. അപ്പോഴാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. അതായത് കോൺഗ്രസ് അവിടെ ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇതേ ആദിവാസി ക്രിസ്ത്യൻ മേഖലയിൽ കയറി അടിയുണ്ടാവുന്നത്. ഇതാണ് ഇഷ്യൂ. ഇത് പിന്നെ അങ്ങ് പടർന്നു പിടിച്ചു. ഇപ്പം പഴയതിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിയുമ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണുക. ഈ ഭീമാ സോരിയുടെ ചർച്ചിനെ പറ്റിയാണ് കാണിക്കുന്നത്. ഈ ചർച്ച് മനസ്സിലാക്കും, അടുത്ത ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. ഏകദേശം 3-4 വർഷം മുമ്പ് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ആൾക്കാർ, RSSൻ്റെ ഗായത്രി എന്നൊക്കെ പറഞ്ഞ മൂവ്മെൻറ്റ്, ഇയാളുടെ നേരത്തെ ഒരു ചർച്ചായിരുന്നു, അത് കത്തിച്ചങ്ങാളു. കത്തിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ BJPയുടെ MLA ആലോചിച്ച് നോക്കുക, അയാൾ വന്നിട്ട് ഈ ഭീമാ സോരിയോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട, അയാൾ സ്വന്തം ചെലവിൽ, മനസ്സിലാക്കുക, അയാൾക്ക് ചർച്ച പണിതു കൊടുത്തു.
വലിയ ചർച്ച്. ആ ചർച്ചിൻ്റെ മുമ്പിൽ വെച്ചുള്ള വീഡിയോ ആണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇത് ഈ കാണുന്നത് ബത്ശബ യേശു മസി എന്നാണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു ചർച്ചാണിത്. അപ്പം ഞാൻ ഈ ചർച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പം ഇതാണ് ഈ കാണുന്ന ചർച്ച് ഹാൾ എന്ന് പറയുന്നത്. ഇത് ഈ ഗ്രാമത്തിൽ ഇവർ ക്രിസ്ത്യാനികളായെന്നും പറഞ്ഞുകൊണ്ട് പല ആൾക്കാരെ അവിടെ ഗ്രാമത്തിൽ നിന്ന് അടിച്ചു ഓടിക്കുന്നു. അപ്പോൾ അവരുടെ സാധനങ്ങളാണ്, അവരവിടുന്ന് വന്നിവിടെ താമസിക്കുകയാണ്. അത് കഴിച്ചിട്ട് നമുക്ക് കാണാൻ പല ആൾക്കാരും ഈ ചർച്ചിനകത്ത് വന്ന് താമസിക്കുകയാണ്. കാരണം അവർക്ക് ഈ ഭീമാ സോരി എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററാണ് അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, ഇവിടെ അസുഖമുള്ള ആൾക്കാരെയും ഈ ചർച്ച് പാസ്റ്റർ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തേക്കാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഹാരം കൊടുക്കുന്നു. ഇപ്പോൾ ഒരു സൺഡേ ഒന്നും അല്ലാത്തൊരു നോൺ വർക്കിംഗ് ഡേ ആണ്. പക്ഷെ ഇത്രയും ആൾക്കാർ എല്ലാ ദിവസവും ഇവിടെ കൂടും, ആൾക്കാരെ കാണും. ഇതേപോലെ ഇവിടെ ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഇവിടെ പ്രാർത്ഥനയുണ്ട്. ഈ പറയുന്ന ആളാണ് ഭീമാ സോരി എന്ന് പറഞ്ഞ പാസ്റ്റർ. ഇത് പാസ്റ്റർ അങ്കുഷ്, അതേപോലെ തന്നെ പാസ്റ്റർ സാഹു. ഇവരൊക്കെ റായ്പൂരിൽ നിന്ന് വന്നതാണ്. ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ, അതായത് അരുൺ പന്നലാലിൻ്റെ ആ ടീമിലുള്ളവരാണ്. ഇവരൊക്കെ സുവിശേഷകരാണ്. ഇദ്ദേഹം ഒരു സുവിശേഷകനാണ്. ഇത് അസുഖമുള്ള ഒരു മനുഷ്യനാണ്. ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഇദ്ദേഹം ചെയ്യുന്നൊരു വലിയ സംഭവമുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കാർഷിക സ്ഥലത്ത് ഇദ്ദേഹം ഒരു കർഷകൻ കൂടിയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഖേത്തിയിലുണ്ട്, അവിടെ ഉണ്ട സാധനങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അദ്ദേഹം അത് പാചകം ചെയ്ത് കൊടുക്കും. അതായത് ഗോസ്പൽ കൊണ്ട് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നു, അവർ മറ്റുള്ള രീതിയിൽ സഹായിക്കുന്നു, അസുഖമുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, പ്രോസിക്യൂഷൻ അങ്ങനെ വരുന്നവരെ ഇവർക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, ഇവിടെ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നു. കാരണം ഇതൊക്കെ വന്ന് നേരിട്ടിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രമാത്രം സീരിയസ് ആണ്. സുഗ്മ എന്ന് പറഞ്ഞ വളരെ അകത്ത് കയറി ഒരു സമയത്ത് നക്സൽ ഹോട്ട് ബെഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ നടക്കുന്ന ഈ അറ്റാക്കുകളും പ്രശ്നങ്ങളും നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം 2ഓളം വീഡിയോ നിങ്ങൾ കണ്ടു. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. മനസ്സിലാക്കുക. ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ഈ സുഗ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും, കോൺഗ്രസിൻ്റെ 11ഓളം നേതാക്കന്മാരെ 2000-ൽ പരം നക്സലേറ്റുകൾ സുഗ്മ ജഗദൽപൂർ ഹൈവേയിൽ വെച്ച് മഹേന്ദ്ര കർമ്മ, VC ശുക്ല തുടങ്ങിയവർ, നാഷണൽ ഹൈവേയുടെ കാര്യമാണ് പറയുന്നത്, അവിടെ ആംബുഷ് ചെയ്ത് ഏകദേശം 13 നേതാക്കളെ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് വെടിവെച്ച് കൊന്ന സ്ഥലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ഈ ക്രിസ്ത്യൻ ചർച്ചുകൾ വന്നിരിക്കുന്നത്. അവിടെ അതിഭയങ്കരമായിട്ട് പെർസിക്യൂഷൻ നടക്കുന്നുണ്ട്. കാരണം പെർസിക്യൂഷൻ നടക്കുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് ക്രിസ്ത്യൻസും ഈ പറയുന്ന ബേസിക്കലി മനസ്സിലാക്കുക, ഈ ബസ്തറിലുള്ള ഛത്തീസ്ഗഡ് ആദിവാസികൾക്ക് അവർ ഹിന്ദുക്കളല്ല. ബേസിക്കലി അവർക്ക് ഹിന്ദു ദേവുകളൊന്നുമില്ല. അവർ പശുവിനെയും കാളയും, അതായത് ബീഫ് കഴിക്കുന്നവരാണ്. ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇവരുടെ ദ്രാവിഡിയൻ കമ്മ്യൂണിറ്റിയാണ്. ഇവരുടെ ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയും നദിയും പുഴയും ഒക്കെയാണ്. അപ്പം അവരുടെ ഇടയ്ക്ക് അവർക്ക് ഹിന്ദുയിസം ഇല്ല. പകരം അവർ വേറെ ഒരു മതമാണ്. അവർ ഹിന്ദുക്കളെ അല്ല ഇവർ. പിന്നീട് ഇന്ത്യയുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഹിന്ദുക്കളായിട്ട് അവരെ കണക്ക് കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഹിന്ദു ദേവന്മാരും ദേവികളും ആ രീതിയിലുള്ള റിച്വൽസ് ഇല്ല. ഇവരുടെ ഫെസ്റ്റിവലും വിശ്വാസവും ഒക്കെ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം അതിനിടയ്ക്കോട്ട് ഈ പറയുന്ന സീക്രട്ടായിട്ടുള്ള മൂവ്മെൻ്റാണ് ആദ്യകാലത്ത്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ. കാരണം 2 മേഖലയാണ്, സൗത്ത് ഛത്തീസ്ഗഡും നോർത്ത് ഛത്തീസ്ഗഡും. സൗത്ത് ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിരിക്കുന്ന പെൻഡകോസ്റ്റുകാരും, നോർത്ത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടാണ് കോർബ, ജേഷ്പൂർ, അംബികാപൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് നടത്തിയിരിക്കുന്ന കാത്തലിക്സാണ്. അതിനെപ്പറ്റി ലേറ്റർ സ്റ്റേജിൽ ഞാൻ പറയാം. അവിടെ ഞാൻ പോയില്ല, പക്ഷെ പോകും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവിടെ പോകും. പറയാൻ പോകുന്നത്, ഇവിടെ RSSനും ഹിന്ദു സംഘ മൂവ്മെൻറ്റിനും
ഈ അടുത്ത കാലത്താണ് പിടികിട്ടിയത് ഛത്തീസ്ഗഡിലുള്ള ആദിവാസികൾ ഏകദേശം നല്ലൊരു ശതമാനവും അവർ കൺവേർട്ടഡായി. ഇതാണ് അവരെ പ്രകോപിപ്പിച്ച കാര്യം. ഈ പറയുന്ന ആദിവാസി നേതാക്കന്മാർ അവർ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷെ ഗോണ്ട് എന്ന് പറഞ്ഞ അവിടുത്തെ പ്രത്യേകിച്ചുള്ള ആദിവാസികളിൽ അവരിലെ BJP നേതാക്കൾ ആരെ സപ്പോർട്ട്, ചില നേതാക്കൾ ഈ പറയുന്ന സംഘപരിവാറിനെ RSSനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ BJPയിലെ ചില നേതാക്കൾ, ഈ പറയുന്ന ആദിവാസി നേതാക്കൾ ഈ ക്രിസ്ത്യൻ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. കാരണം വോട്ട് ബാങ്ക്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അടുത്ത വീഡിയോയിൽ അവിടുത്തെ 2-3 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ടു. അപ്പം അവരെന്തുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികൾ, അവരെന്നോട് പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അതേപോലെ വരാനുള്ള ചില വീഡിയോ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഛത്തീസ്ഗഡിലെ ആദിവാസികൾ മാത്രമല്ല കൺവേർട്ട് ആയേക്കുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. സാഹു കമ്മ്യൂണിറ്റി, കേരളത്തിൽ ഈഴവരെ പോലൊരു കമ്മ്യൂണിറ്റിയാണ് സാഹു എന്ന് പറയുന്നത്. OBC ആണ്. അതിനകത്തും വലിയ രീതിയിൽ കൺവേർഷൻ ഉണ്ടായി. അപ്പർ കാസ്റ്റായ ബ്രാഹ്മിൺസ്, ഞാൻ ബ്രാഹ്മിൺസ് പാസ്റ്ററെ അവിടെ കണ്ടു. അതായത് ആദിവാസി മേഖലയിലല്ല, അല്ലാത്ത മേഖലയിൽ. അപ്പോൾ ബ്രാഹ്മിൺസ് ആയിട്ടുള്ള അഖിലേഷ് വർമ്മയും ദുബൈ എന്ന് പറഞ്ഞ ബ്രാഹ്മിൺസ് ആണ് ഇവർ. അതേപോലെ തന്നെ ശർമ്മ, അതേപോലെ തന്നെ മിശ്ര, ഇവരെല്ലാം കൺവേർട്ടായി. അതായത് BJP സംഘപരിവാർ ഉദ്ദേശിക്കുന്ന പോലെ ആദിവാസികൾ മാത്രമല്ല കൺവേർട്ട് ആയേക്കുന്നത്. കേരളത്തിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അവിടെ അപ്പർ കാസ്റ്റ് പാസ്റ്റർമാരുണ്ട്, ബ്രാഹ്മിൺ പാസ്റ്റർമാരുണ്ട്, OBC പാസ്റ്റർമാരുണ്ട്. ഇതാണ് ഛത്തീസ്ഗഡിൻ്റെ ഇന്നത്തെ സ്ഥിതി. ഇത് കണ്ട് വേവലാതി പിടിച്ചിരിക്കുകയാണ് സംഘപരിവാർ. അതായത് എന്ത് മാറ്റമാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ക്രിസ്ത്യനായ ശേഷം? ആ ചോദ്യം തന്നെയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും.